കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ തരുന്നത് സാർ എന്നെ ഗുണ്ടാന്ന് വിളിച്ചു. നോർമലി പ്രകാശ് വർമ്മ ഒരാളോട് ഹലോ പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്തൊക്കെ എത്രയൊക്കെ കോംപ്ലക്സ് ആക്ഷൻ ആണെങ്കിലും നമുക്ക് ഭയങ്കര പവർ ക്യാമറയിൽ തോന്നും, ലാലേട്ടൻ തൊടില്ല എന്നെ തോന്നുന്നു. ഞാൻ ആദ്യമേ തരുന്നത് പറഞ്ഞു, തരുൺ എനിക്ക് കോമ്പിനേഷൻ എസ്പെഷ്യലി ലാലേട്ടനുമായിട്ട് ആദ്യം ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു. റെഡിയാണ് സാർ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചേട്ടൻ കണ്ടിന്യൂ കഴിക്കാം, അപ്പൊ റെഡി ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാള് ബെൻസ് ആവും. ബെൻസിന്റെ വൈഫ് കടന്നു വരുമ്പോ സാധാരണ പറഞ്ഞൊരു ഡയലോഗ് വെച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് തരുൺ ഓടി വന്നു പറഞ്ഞിട്ട് ചേട്ടാ ആ സമയത്തൊരു ഹലോ പറയാമോ. ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നരേഷൻ അതിനു മുമ്പ് തരുണിൽ നിന്ന് കേൾക്കാം, വേറെ ആരിൽ നിന്നും അടുത്തിടയ്ക്ക് നിന്നിട്ടില്ല. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്യാരക്ടറിനെ പറ്റിയും സിനിമയും അതിന്റെ ടോട്ടൽ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഹലോ. പ്രകാശ് വർമ്മയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആളെ ഇന്ത്യൻ ആഡ് ഫിലിമിൻ്റെ തന്നെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരാൾ. മലയാളി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് സി ജോസ് സാർ എന്ന് പറയുന്ന തുടരുന്ന സിനിമയിലെ മോഹൻലാലിന് എതിരെ നിൽക്കുന്ന ഏറ്റവും ശക്തനായ ഒരു പ്രതിനായകൻ എന്ന നിലയ്ക്കാണ്. ആദ്യം കൺഗ്രാറ്റ്സ്. താങ്ക് യു വെരി മച്ച് മനീഷ്. ആദ്യം തന്നെ ഇപ്പം പ്രകാശനോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറേ കാലം നിർമ്മാണയും ഈ ഒരു ആഡ് സെഗ്മെന്റുമായിട്ട് ഫീച്ചർ ചെയ്യണം, ഇന്റർവ്യൂ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന് നിർത്തുന്ന അല്ല മറ്റൊരു യൂണിവേഴ്സിൽ കണക്ട് ചെയ്തിട്ട് സംസാരിക്കേണ്ടി വരിക എന്നുള്ളത്. ഞാനൊരു ഭയങ്കര ഫോർമലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നോർമലി പ്രകാശ് വർമ്മ ഒരാളോട് ഹലോ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നോർമലി ഹലോ പറയണ ഹലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹലോ ഹലോ. ഇതിൽ ജോസ് സാറിന്റെ ഒരു ഹലോ ഉണ്ടല്ലോ, ആ ഹലോയിൽ ഉണ്ട് അതിന്റെ ഒരു ഹെവി വെയിറ്റ്. ഈ ക്യാരക്ടറിന്റെ എനിക്കൊന്ന് ടോട്ടൽ ആർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹലോ ആണ്. എനിക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണത്? എന്താണ് അങ്ങനെ ഒരു ഹലോ ഇപ്പൊ പറയാൻ പറ്റുന്നത്? അങ്ങനെ ഒരു ഹലോ തീർച്ചയായിട്ടും പറയണോ, ഹലോ പറയാലോ അത്. പക്ഷേ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ ഉള്ളെന്ന കാര്യം നമുക്ക് വളരെ ക്ലിയർ ആണ്. സിനിമ കാണുമ്പോഴും എല്ലാവരുടെയും ലാലേട്ടൻ അത്യുഗ്രമായി അഭിനയിച്ചു. ബാക്കി എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ബിനുവിന്റെ ക്യാരക്ടർ ചെറിയ ക്യാരക്ടറാണ്, വലിയ ക്യാരക്ടർ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ രാജു ചേട്ടനെ തന്നെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല കുറെ നാളായിട്ട്. അപ്പം വളരെ ഡീറ്റെയിലിംഗ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും കോണ്ടന്റ് ആണെങ്കിലും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് പോകുന്നൊരു മനുഷ്യനാണ് തരുൺ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അപ്പൊ തരുണിന്റെ ഒരു അൺബിലീവബിൾ കോൺട്രിബ്യൂഷൻ ആണ് ഇതൊക്കെ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഞാൻ ആദ്യമേ തരുണിൻ്റെ പറഞ്ഞു, തരുൺ എനിക്ക് കോമ്പിനേഷൻ എസ്പെഷ്യലി ലാലേട്ടനുമായിട്ട് ആദ്യം ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു. കാര്യം ലാലേട്ടൻ എനിക്ക് പരിചയം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ട്രയൽ ആൻഡ് എററാണ്. ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വന്നെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പ്രശ്നം. അപ്പം സോളോ ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ രാത്രി ഞാൻ രാജേട്ടനും ശോഭന മാമും ഒക്കെ ആയിട്ടുള്ള രാത്രിയിലത്തെ ഞാൻ വീട്ടിൽ വരുന്ന സീക്വൻസ് ഷൂട്ട് ചെയ്തു. അപ്പം അത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബെൻസിൻ്റെ വൈഫ് കടന്നു വരുമ്പോൾ സാധാരണ പറഞ്ഞൊരു ഡയലോഗ് വെച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് തരുൺ ഓടി വന്നു പറഞ്ഞിട്ട് ചേട്ടാ ആ സമയത്തൊരു ഹലോ പറയാമോ. അതെ അതെ. അപ്പൊ അവിടെ ട്രൈ ചെയ്തപ്പം വളരെ എഫക്റ്റീവായിട്ട് എല്ലാവർക്കും തോന്നിക്കാണും. ആ സമയത്ത് നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ അത് തരുൺ ഒരു 3-4 സ്ഥലത്ത് പ്രയോഗിക്കാൻ പറയും. ഒരു റിവേഴ്സൽ പ്രോസസ് അല്ലേ തിരിച്ച്, അതായത് ഇവിടെ ഒരു എടുത്ത ഫസ്റ്റ് ഷോട്ട് തിരിച്ച് മറ്റ് അല്ലെ തുടക്കം മുതൽ ജോസാറിനെ കാണുന്നത് മുതലുള്ള. അതെ അതെ തീർച്ചയായും ജോസാറിനെ നമ്മൾ ആ ക്യാരക്ടറിന്റെ സൈൻ ആയി മാറുന്നുണ്ടല്ലോ ഹലോ. അതെ അതെ അത് മാറുന്നുണ്ട്. അതിന്റെ ഗുണം ഞാൻ ഇവൻച്വലി ഫിലിമിൽ കണ്ടപ്പോൾ ചില സമയത്ത് ചില മാനറിസം ഒക്കെ നമ്മൾ വളരെ ലൗഡായിട്ട് തോന്നുന്ന ചില അവസ്ഥകളില്ലേ, എനിക്കത് തോന്നിയേയില്ല. അതായത് സിനിമ കാണുമ്പോൾ അത് ആവശ്യത്തിന് മാത്രമേ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇപ്പൊ എസ്പെഷ്യലി പറയുന്ന ഹലോയിൽ ഒരു ഭയങ്കര ഈവിൾ ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ
പിന്നെ ഒരു ഡോമിനേറ്റിംഗ് ഫിഗർ എന്നുള്ള ഫാക്ടർ വരുന്നുണ്ട്, അധികാരം എന്നുള്ളത്. അതെ, അധികാരം, ഈഗോ, ഈഗോ, ഞാൻ എന്നുള്ള ഭാവം, ഇതൊക്കെ അതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഈ ഒരു ഫിലിം മേക്കറിന് ഒരു സമയത്ത് തോന്നുന്ന ഇംപ്രവൈസേഷൻ, അത് ആ സമയം നഷ്ടപ്പെട്ട് അപ്പം നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിരുന്നാലും ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് അതിലെ ചില ഡീറ്റെയിലിംഗ് ആ സമയത്ത് തോന്നുന്നത് അപ്പം ചെയ്യാന്ന് പറയും. ഞാനൊരു ഫിലിം മേക്കറാണ്. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ പല സമയത്തും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇതിങ്ങനെ ചെയ്യായിരുന്നു, അല്ലാതെ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ ആ ലാസ്റ്റ് മൊമെന്റിൽ വരുന്നൊരു അത് ചിലപ്പോൾ ഫിലിമിനെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാം. ഒരു സാഹചര്യം ആയിരിക്കാം, ഒരു മാനറിസം ആയിരിക്കാം. അതങ്ങനെ തന്നെ തരുൺ, അത് ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് കോണ്ടന്റ് ആയിട്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് വന്ന് മാറ്റുന്ന 1-2 വാക്കുകൾ ആ സീനിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഗിഫ്റ്റാണ്. വാട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി ഫിലിം മേക്കർ. ശരിക്കും ഞാൻ thoroughly എൻജോയ്, ധാരാളം പഠിക്കുകയും ചെയ്തു. അപ്പൊ തരുണാണ് അതിൻ്റെ, ഞാനത് കേട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ. പക്ഷെ അപ്പോൾ പോലും ഒരു 25 years ഓഫ് ഒരു കരിയർ ആഡ് ഫിലിമിൽ കിടക്കുന്ന അത് തന്നെ ഇന്ത്യൻ ആഡ് ഫിലിം സെഗ്മെന്റിൽ ഒരു ഗെയിം ചേഞ്ചിങ് പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഇദ്ദേഹമാണ് ജോസാറിനെ അവതരിച്ച പ്രകാശ് വർമ്മ എന്ന് പറയുമ്പോൾ പ്രകാശ് വർമ്മയേക്കാൾ പ്രകാശ് വർമ്മയുടെ എല്ലാ പരസ്യ ചിത്രങ്ങളും മലയാളിക്ക് ഹൃദിസ്ഥമാണെന്ന്, അതായത് ഫ്രം ദ ഹാർട്ട് എന്നുള്ള രീതിയിൽ പോലെ കണ്ടിട്ടുള്ള അത്രയും ടച്ചിങ് ആയിട്ടുള്ള ആഡ് ഫിലിംസ് എന്നാണ് വരുന്നത്. പക്ഷെ കൗതുകമുള്ളൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏതാണ്ട് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു കിഡ്നാപ്പിംഗ് പ്രോസസ്സ് പോലെ അല്ലെ, സുനിൽ എടുത്തൊരു അറിയാതെ എടുക്കുന്ന ഒരു പടത്തിൽ നിന്നാണല്ലോ അവരുടെ ജോസാറിനെ കണ്ടെത്തുന്നത്. അതെ, തീർച്ചയായിട്ടും ഞാനത് അറിഞ്ഞു പോലുമില്ല. ഞാൻ സുനിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. കഴിഞ്ഞ ഈ സിനിമയ്ക്കൊക്കെ മുമ്പ് 2 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ കണ്ട് പല കാര്യങ്ങളും, സുനിൽ ചെയ്ത ചില ഡോക്യുമെന്ററി പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അതിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ പല കോൺവെർസേഷൻസ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരു ഷൂട്ടിന് വേണ്ടി, ഒരു ആഡ് ക്യാമ്പയിൻ്റെ ഷൂട്ടിന് വേണ്ടി എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ സുനിലുമായിട്ട് കുറച്ച് നാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൂഗിളായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പോൾ ഗൂഗിൾ വീണ്ടും സുനിൽ ഇവിടെ ഉണ്ടെങ്കിൽ സുനിലേട്ടനും ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിളിച്ച് വീണ്ടും ഞങ്ങൾ കുറച്ച് നാളിന് ശേഷം കാണാൻ ഇടയായ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാരം എല്ലാം കഴിഞ്ഞ് ഞാൻ അറിയുന്നേ ഇല്ല, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് സുനിൽ എൻ്റെ 1-2 പടങ്ങൾ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിട്ടുണ്ട്. അതെ, ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം കൂടി അങ്ങനെ കണ്ടാണ് ഞാൻ ചോദിക്കുന്നുണ്ട്. കാര്യം സുനിലിനോട് എനിക്കൊരു താല്പര്യമുള്ളതുകൊണ്ട്, ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ട് എവിടം വരെ ആയെന്നും അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ ആയോന്നും ഒക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കോൺവെർസേഷനും നമ്മുടെ കാര്യങ്ങളല്ലാതെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് സുനിൽ ഇറങ്ങിപ്പോയി. എനിക്കറിയില്ലല്ലോ, ഞാൻ അറിയാതെ എന്റെ തന്നെ പടം എടുത്ത് തരുൺ അയച്ച് അവരൊരു കോൺവെർസേഷൻ നടത്തുകയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി കാസ്റ്റിംഗ് പ്രോസസ് ഈ പ്രോസസ്സിനെ അവര് കാസ്റ്റിംഗ് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തരുണിനെ സംബന്ധിച്ച് എന്നെ നല്ലപോലെ അറിയാവുന്ന, ഞങ്ങൾ നേരിട്ട് പരിചയമില്ലെങ്കിലും എൻ്റെ വർക്ക് അറിയാവുന്നു, ഞാൻ ചെയ്ത ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സെഷൻ ആണെങ്കിലും തരുൺ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ അവര് നമ്മളൊരു കോൺവെർസേഷൻ നടക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു വാസ്തവം, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനൊരു സാഹചര്യമുണ്ട്, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഞങ്ങൾക്ക് ആക്ച്വലി വളരെ നല്ല ഒരു വളരെ സോഫ്റ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഈ സിനിമയ്ക്ക് വേണം, വളരെ നല്ലൊരു മനുഷ്യനാണ്, ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതായത് ഇത്ര നല്ലൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയൊന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നല്ല മനുഷ്യനോ, ഞാൻ അങ്ങനെ നല്ല മനുഷ്യനാണോ സുനിലെ? അല്ലല്ല, അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് കാണാൻ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് കേട്ട് നോക്കാം കഥ. അങ്ങനെയാണ് പിന്നെ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകുന്നത്. അത് പിന്നെ അത് തന്നെ വേറെ കഥകളുണ്ട്. സിനിമ കണ്ടവരെല്ലാവരെയും അതിശയിപ്പിക്കുന്നുള്ളപ്പോൾ തന്നെ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനൊപ്പമാണ് ത്രൂ ഔട്ട് സീക്വൻസ്.
ഇപ്പോൾ സുനിലൊക്കെ സംസാരിക്കുമ്പോൾ താഴ്വാരത്തിലെ സലീം ഘോസിനെ പോലുള്ള ഒരാളെ വെയിറ്റ് ചെയ്ത് നിന്നെടുത്തേക്കാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിന്ന് ഒരാളെ മറ്റേ ഇത് കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ക്ലോസ് ട്രാപ്പിൽ കിട്ടുന്നത്. പക്ഷെ അവിടെ എന്തായിരുന്നു പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിനകത്ത് ഈ സമയത്ത്? കാരണം ചുരുങ്ങിയ സമയമാണ്. ലാലേട്ടൻ എത്രയോ കാലമായിട്ട് അറിയാം, വളരെ അടുത്ത് ഉള്ള ഒരാളാണ്. പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ എത്രയോ തവണ മോഹൻലാലിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടെ. ഈ ക്യാരക്ടറിന്റെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ഗ്രാഫൊക്കെ വേറെ തന്നെ രീതിയിൽ പോകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ താഴ്വാരത്തിന്റെ റെഫറൻസ് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെ വെളുക്കെ ചിരിച്ച് ഉള്ളിൽ ഇങ്ങനെ വിഷം നിറച്ച് നിൽക്കുന്ന ഒരാളെ. അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും ചാലഞ്ചിങ് ആണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ എന്ന് നമ്മൾ പറയില്ലേ. കാര്യം ഇത്രയും വലിയ എല്ലാവരെയും പോലെ തന്നെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വലിയ നോക്കി എപ്പോഴും നിന്ന് പോയ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വലിയ ലെജൻഡാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഭീകര ചലഞ്ചാണ്. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ അങ്ങനെ എന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യം, എനിക്ക് അൺകംഫർട്ടബിൾ ആണ്, അസ്വസ്ഥനാണെന്ന് തോന്നുന്ന ചില സമയങ്ങളിൽ ഞാൻ ആ ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. കാര്യം നമ്മൾ എടുത്തു ചാടിയാൽ മാത്രമേ നമ്മൾ പുതിയൊരു കാര്യം മനസ്സിലാക്കൂ. അതിൽ കൂടെ നമ്മൾ നമ്മളെയും മനസ്സിലാക്കുന്ന പേഴ്സണൽ ഫിലോസഫിയാണ്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഇതുവരെ ഒരു ക്യാമ്പയിനും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഞാൻ ചെയ്യുന്ന ഒരു ഫിലിം പോലെ ഇൻഫാക്ട് ഞാൻ ഹ്യൂമർ റിലേറ്റഡ് ഫിലിം മേക്കറാണ്, അല്ലെങ്കിൽ ഇമോഷൻ മാത്രമല്ല ഫൈറ്റ്, അങ്ങനെ എനിക്ക് ഭയങ്കര ബോറാണ്. ഞാനിപ്പോൾ ഒരു ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ഇപ്പം ആപ്പിളിൻ്റെ ഫിലിം ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വർഷത്തേക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആക്ഷൻ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ബോറിങ്ങാണ്. ഞാൻ ചെയ്യാത്ത എന്നെ തിൻ ലൈനിൽ നിർത്തുന്നൊരു പ്രോസസ്സിലായിരിക്കും ഞാൻ നോർമലി എക്സൈറ്റഡ് ആവുക. അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോസസ്സിലും എൻ്റെ കരിയറിലും. അതിനേക്കാട്ടിലും വളരെ വലിയൊരു ചാലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് തീരുമാനിക്കാം. എന്നെ പോലെ ഒരാൾക്ക് എന്തിനാണ് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വേണ്ട എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് തുടരും ഫസ്റ്റ് വീക്ക് കാണാവുന്ന പ്രകാശ് വർമ്മയാവാം. സുഹൃത്ത് സുനിലിനോടൊക്കെ പടം കണ്ടു അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, പിന്നെ കാണുമ്പോൾ സംസാരിച്ച് നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറയാം എന്നുള്ളൊരു അവസ്ഥ വരാം. പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ എന്നെ അൺകംഫർട്ടബിൾ ആക്കിയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഫിയർ എന്ന് പറയുന്ന വളരെ നമ്മുടെ ഹെഡ് സ്പേസിൽ കൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കാര്യം ലാലേട്ടൻ പിന്നെ രഞ്ജിത്ത് ഏട്ടൻ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാൻറ്റാസ്റ്റിക് ഫിലിം പ്രൊഡ്യൂസർ, ഞാൻ നേരിട്ട് കണ്ടാണ്. രജപുത്ര വർഷങ്ങളായിട്ട് നടത്തുന്ന പ്രൊഡക്ഷൻ ഹൗസ്, ശോഭന മാം, പിന്നെ ബാക്കി എത്രയോ ക്യാരക്ടേഴ്സ്, രാജു ചേട്ടൻ, അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ തരുണിനെ പോലെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ബ്യൂട്ടിഫുള്ളി റിട്ടൺ സ്ക്രിപ്റ്റ്. ഈ എസ്പെഷ്യലി ജോർജിൻ്റെ ക്യാരക്ടറൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ആക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അവിടെ നമ്മൾ പോയിട്ടിരുന്ന് ഇമാജിൻ ഞാൻ 4-5 ദിവസം അഭിനയിച്ചു. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫ്ലോയിൽ ചില കാര്യങ്ങൾ കിട്ടിയെന്ന് വരും. കുറേ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അത് സംഭവിക്കാമല്ലോ, എനിക്കറിയാം. നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട സീനിൽ ഞാൻ അവിടെ സ്റ്റക്കായി പോയി എന്നിരിക്കട്ടെ. അത് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ അല്ലെങ്കിൽ വലിയ സീനിയർ ആക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായാൽ ഇമാജിൻ ചെയ്യൂ, ഒരു 3-4 ദിവസമൊക്കെ അത് തന്നെ ഷൂട്ട് ചെയ്യുക, ഈ പറയുന്നവരൊക്കെ റിപ്പീറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ എന്ത് പറയും, ഞാൻ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങും എന്നൊക്കെ അവസ്ഥയൊക്കെ നമ്മുടെ തലയിൽ കൂടെ പോകും. ഒരു 1-2 സീനിന് വേണ്ടിയിട്ടുള്ള ആളല്ലല്ലോ, ത്രൂ ഔട്ട് അത് കഴിഞ്ഞ് കിടക്കുകയല്ലേ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ തലയിൽ കൂടെ പോയെങ്കിലും ഞാൻ ഈ പറയുന്ന ആ ഒരു ചാലഞ്ച് നമ്മൾ ഒരു സമയത്ത് ഞാൻ യെസ് പറയുന്നൊരു മൊമെന്റ് ഉണ്ട്. ഐ മീൻ ശരിക്കും ക്രെഡിറ്റ് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യം. ഞാനും ഫിലിം മേക്കർ ആയതുകൊണ്ട് ഇത് ഭയങ്കര റിസ്കി അഫയറാണ്. തരുൺ എടുത്തൊരു ചാൻസ് ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ രഞ്ജിത്തേട്ടനും സുനിലും പിന്നെ ഇവൻച്വലി ലാലേട്ടൻ ഓക്കെ പറയുന്നൊരവസ്ഥയും ഒക്കെ ഇവരൊക്കെ എടുത്തൊരു ഭീകര ഒരു റിസ്കി. അതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെങ്ങനെയാണ് ആ എലമെന്റ് വന്നത്, അവർ ഓക്കെ പറയുക എന്ന് പറയുന്നൊരവസ്ഥയില്ല. എന്തൊരു റിസ്ക് ആണ്. എന്നെപ്പറ്റി എന്തറിയാം ഒരു ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യും. പക്ഷെ തരുൺ എവിടെയോ അത് കണ്ടു എന്നൊരു വാസ്തവം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ഞാൻ യെസ് പറയുന്നൊരു സമയത്ത് എനിക്കൊരു സ്പേസ് ഉണ്ടല്ലോ, ഓക്കെ ഞാൻ യെസ് ഒന്നോ പറയാം, ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ അങ്ങോട്ട്
നമ്മൾ എന്തായാലും ഇറങ്ങി. അപ്പൊ ഇനിയിപ്പം കടലിലേക്ക് കടലിലോട്ട് നീന്തുക എന്നുള്ളതല്ലാതെ വേറെ. പക്ഷെ ഒരു കൗതുകകരമായിട്ടുള്ളതെങ്കിലും ഇത്രയും അടുത്ത ബന്ധമുള്ള ഒരാൾ എന്നുള്ളത് ലാലേട്ടനോട് ചോദിച്ചു കാണില്ലേ ഈ പറഞ്ഞ യെസ്, അത് പ്രകാശ് വർമ്മയുടെ ഡെബ്യൂ ഫിലിമാണ് ആസ് എൻ ആക്ടർ. അതെ. നമ്മൾ സൗണ്ടായിട്ടും അല്ലാത്ത പ്രസൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് റോളിലാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ അതിൽ ഇതുപോലൊരു റോളില് പ്രകാശ് വർമ്മയാണ് ജോർജ് സാർ എന്ന് പറയുമ്പോൾ ഇത് ഓക്കെ ആണെന്ന് ലാലേട്ടൻ കൂടി സമ്മതിക്കുന്ന ഒരു മൊമെന്റ് എന്തായിരുന്നു എന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഈ തരുൺ എൻ്റെ അടുത്ത് ബാംഗ്ലൂർ, തരുണും സുനിലും കൂടെ ഒരു നരേഷന് വന്നിരുന്നു. ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നരേഷൻ അതിന് മുമ്പ് തരുണിൽ നിന്ന് ഐ മീൻ വേറെ ആരിൽ നിന്നും അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്യാരക്ടറിനെ പറ്റിയും സിനിമയും അതിൻ്റെ ടോട്ടൽ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ അവിടെ ശരിക്കും ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കാര്യം വേറൊന്നും കൊണ്ടല്ല, അതിൽ അഭിനയിക്കില്ല എന്നുള്ള കാര്യങ്ങളല്ല, ഒരു കഥ ഇങ്ങനെ ഒരാൾ നരേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, തരുൺ ഒരു കാര്യം ചെയ്യാം. കാര്യം തരുൺ ഭീകര കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു നമുക്കൊരു 2-3 സീനൊന്ന് വെറുതെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. കാര്യം ഒന്ന് ലാലേട്ടനെ കാണിക്കുകയും രഞ്ജിത്തേട്ടനെ കാണിക്കുകയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം യെസ് പറഞ്ഞാൽ തന്നെ ഒന്ന് കാണുന്നത് നമുക്ക് റാൻഡമായിട്ട് അങ്ങനെ ഡയലോഗ് വെച്ചിട്ടൊന്നുമല്ല. അതിൻ്റെ അകത്തൊരു സീക്വൻസ് തരുൺ എൻ്റെ അടുത്ത്, അപ്പോൾ തരുൺ ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യും, ഞാൻ പറയും ഒരു സീൻ അങ്ങനെ. അത് കഴിഞ്ഞ് വേറൊരു സീൻ എൻ്റെ ഓഫീസിലെ ടെറസിൽ വെച്ചിട്ട് വേറൊരു മറ്റേ കണ്ണാടി ആ സീൻ അടുത്തത് അല്ലേ? അതെ അതെ, കണ്ണാടി. പിന്നെ വേറെന്തോ ബിനുവിൻ്റെ അടുത്ത് പറയുന്ന എന്തോ ഡയലോഗ്, ഇൻട്രോഡക്ഷൻ സീനും ട്രൈ ചെയ്തു. അതെ അതെ, അതും ട്രൈ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഇൻട്രോ. അപ്പോൾ ആ ഇൻട്രോയിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്താണ് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് തമാശയ്ക്ക് പല സമയത്തും നമ്മുടെ സാഹചര്യങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് വാസ്തവമാണ്. അതായത് ശരിക്കും കള്ളത്തരം ചെറുപ്പം തൊട്ടേ നമ്മളിൽ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമ്മളെ ഒരു ബ്രെഡ് വാങ്ങിക്കാൻ വിട്ട് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ചെയ്ത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അപ്പം നമ്മൾ പറയുന്നൊരു കഥ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് തോന്നിയ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ കുഴപ്പമില്ലല്ലോ എന്ന്, അതായത് നമ്മുടെ അപ്പം നിത്യ ജീവിതത്തിൽ തുടങ്ങുന്ന അവിടെയാണ്. അപ്പം നമ്മുടെ നിത്യ ജീവിതത്തിൽ ശരിക്കും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും, അതായത് നമ്മൾ ഇപ്പം എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല ഞാൻ ചിലപ്പോൾ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാം. അങ്ങനെ പല, ഇപ്പം ഞാനൊരു ഓഫീസിലൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ ബിഹേവിയർ പാറ്റേൺ വേറെയാണ്. ഞാൻ ജനറലി അങ്ങനെ ഷോർട്ട് ടേം ബേർഡ് ആകാത്ത ആളാണ്. പക്ഷെ നമ്മുടെ ഫിലിം സെറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചില സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആവും. അപ്പൊ എൻ്റെ ഒരു ടൂൾ അവിടെ ഞാൻ അപ്സെറ്റ് ആകുന്ന കുറച്ച് ഞാൻ അവിടെ പെർഫോം ചെയ്യേണ്ടി വരും. എനിക്ക് ആക്ച്വലി ഉള്ളിൽ ദേഷ്യമില്ല, പക്ഷെ ഞാൻ കാര്യങ്ങൾ നടന്നു പോകണം. അപ്പൊ അവിടെ ഞാൻ പെർഫോം ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കും കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോ എന്ത് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് വളരെ അടുത്തൊരു സുഹൃത്തുണ്ടെങ്കിൽ മാറി എന്ന് ഞാൻ പറയുന്ന അതേ ബോഡി ലാംഗ്വേജ് ആയിരിക്കല്ല. അപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാണ് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞത്. അതെനിക്ക് തോന്നുന്ന, എനിക്ക് ലാലേട്ടൻ്റെ ആ സമയത്ത് ബിഗ് ബോസിൽ എൻ്റെ ഇടയിലായിരുന്നു. കണ്ടുടനെ രഞ്ജിത്തേട്ടനും ലാലേട്ടനും ഇമ്മീഡിയറ്റ് ഓക്കെയാണ് പറഞ്ഞത്. അത് എന്നെ അപ്പം തന്നെ തരുൺ സുനിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഒന്നും നോക്കാനില്ല, നമ്മൾ എടുത്ത് ചാടുക തന്നെ, ബാക്കി ഇനി കാണാം. ഒരു കാര്യം ഉണ്ടല്ലോ, കാരണം വെച്ച് കഴിഞ്ഞാൽ നിർവ്വാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഒട്ടുമേ അനുകരിക്കാത്ത ഭയങ്കര യൂണിക്, ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ള എന്നാൽ പോലും ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഫാൻമാനി അടക്കമുള്ള സംഗതികളിൽ ഒരു വല്ലാത്ത തരം യുണീക്നെസ് കീപ്പ് ചെയ്തിട്ടാണ് അവർ ഒട്ടും റിപ്പീറ്റ് ചെയ്യാതെ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ MNCകൾ ഹാൻഡിൽ ചെയ്യുന്ന കോർപ്പറേറ്റ് സ്വഭാവത്തിലുള്ള സെഗ്മെന്റിൽ നിന്ന് തുടർച്ചയായിട്ടൊരു ഫിനാൻഷ്യലിലേക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് അതിന്റെ വൺ ഓഫ് ദ കോ ഫൗണ്ടർ ക്രിയേറ്റീവ് ഹെഡ് മാറി നിൽക്കുക കൂടിയാണല്ലോ. ഇപ്പൊ ബാംഗ്ലൂരിൽ ഇവർ വന്നു, ഇതിൽ ഭാഗ്യമായി കൺവിൻസ് ചെയ്യെങ്കിലും അതിൽ പാർട്ട്ണർ കോ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്നേഹ അയ്യപ്പാണ്. ഈ പറയുന്ന ഇതിന്റെ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ എന്ന് പറഞ്ഞത് ആ ഡിസിഷൻ ഭയങ്കര എളുപ്പമായിരുന്നു, ഇത് ചെയ്യാം, ലൊക്കേഷനിലേക്ക് വരാം എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ എളുപ്പമല്ലാത്തൊരവസ്ഥയായിരുന്നു. കാര്യം നമ്മൾ സാധാരണ ഒരു സിനിമ കേട്ടെടുത്തോളം 8 മാസം 1 വർഷം മുമ്പൊക്കെ അതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ വാട്ടവർ. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷൻ ആണെന്നാണ് അതായത് മൊത്തത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈമിംഗ്. അപ്പം എൻ്റെ അടുത്ത് ഇത് വന്ന് ഞാൻ
ഓക്കെ പറയുന്ന സമയം തൊട്ട് എനിക്ക് എങ്ങാണ്ട് 1 മാസം അങ്ങനെ തോന്നുന്നു, ഓൾമോസ്റ്റ് 30 days 30-40 days സമയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഓരോ ക്യാമ്പയിനും നമ്മൾ 3-4 മാസവും 6 മാസം മുമ്പൊക്കെ പ്രീ കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും അത്രമാത്രം കോംപ്ലെക്സ്ഡ് ആയിരിക്കും. കാര്യം ചിലപ്പോൾ ഇൻ്റർനാഷണൽ ക്യാമ്പയിനൊക്കെ ആണെങ്കിൽ പല രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാർ, ഒരു അഡ്വർടൈസിങ് ഏജൻസി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡ്, ഇപ്പോൾ ആപ്പിൾ എന്നൊക്കെ പറയുന്ന ക്യാമ്പയിൻ ചെയ്യുമ്പം എത്രയോ പേരാണ് അമേരിക്കയിൽ നിന്നും UK നിന്നും ഒക്കെ. അപ്പോൾ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് നമ്മളൊരു ടൈം, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈം കീപ്പ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണ്. ഈ സമയത്ത് ഇൻഫാക്ട് ഞാൻ കമ്മിറ്റഡ് ആയ 4 പ്രോജക്റ്റുകളുണ്ടായിരുന്നു. അതിലൊരെണ്ണം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ക്ലോസ് ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റേജിലായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നതാണ്. ഞാൻ ആ സമയത്ത് അപ്പോൾ ഒരു ബൈക്ക് കമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യുന്നു തുടങ്ങാനായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെ ആണ്, എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു കാര്യം, അവർ ഒരു പ്രത്യേക ഡേ ആക്ച്വലി തരണം ഒക്കെ പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിലൂടെ. അപ്പം ഒരു 15 ദിവസം ആ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ആക്ച്വലി എനിക്ക് കുറച്ച് നാളത്തേക്ക് ബാക്കി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക്ഫുള്ളി ഞാൻ ഈ പറഞ്ഞ ഇൻവോൾവ് ആയിട്ടുള്ള പിന്നീട് പ്ലാൻ ചെയ്ത പ്രൊഡക്ഷനൊക്കെ ഡേറ്റ്സ് പ്രോപ്പറായിട്ട് അപ്പോൾ ഫിക്സ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ബ്രിട്ടീഷ് എയർവേസ്, അതും ഇതേപോലെ ധാരാളം ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. അപ്പം അന്ന് ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സ് അനുസരിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ആ ബ്രേക്ക് കഴിഞ്ഞ ഉടൻ ഞാൻ പിന്നെ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്ത്, ആ സമയം കൊണ്ട് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നു, വേറൊരു ക്യാമ്പയിൻ ചെയ്യുന്നു, ഒക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് നമ്മുടെ 2 ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പെൻഡിങ് ആയ 2 ഫിലിംസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടൻ ഇപ്പോഴും പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും ഏതന്ന്. ഭാഗ്യവശാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ കുറേ നാളുള്ളതുകൊണ്ട് താങ്ക്ഫുള്ളി നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്ട്, ഹ്യൂമൻ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇൻഫാക്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യണം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു കാര്യമേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും എൻ്റെ ഫിലിമിൻ്റെ പ്രീ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ഓഫീസിൽ നിന്ന് വിളിച്ചാൽ ഞാൻ ഫുൾ ബ്ലൈൻഡാണ്. എനിക്ക് കാര്യം ഒരു കാര്യം ചെയ്ത് എനിക്കത് വൃത്തിയായിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. താങ്ക്സ് ടു സ്നേഹ, ബാക്കി ടീം മെമ്പേഴ്സ്, അവർ ആ സമയത്ത് കടന്നു പോയ. ഇപ്പം ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് തരുണിൻ്റെ അടുത്തും സുനിലിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ സ്കെഡ്യൂൾ ഇങ്ങനെ നീണ്ടുപോകില്ലേ, അപ്പോൾ ഭീകരമായ കോളുകളാണ് ഓഫീസിൽ നിന്ന് വരുന്നത്. അപ്പം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഇവരെ പീഡിപ്പിക്കായിരുന്നു. ഞാൻ പറഞ്ഞു സ്നേഹ ഒരു വരവ് വരും. അപ്പോൾ അവസാനം കുറെ കഴിഞ്ഞ് തരുണും സുനിലും ചോദിക്കാൻ തുടങ്ങി, സ്നേഹ വരുമോ? അപ്പോൾ പക്ഷെ താങ്ക്ഫുള്ളി എനിക്ക് അതും ഇതും ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഫോർച്ചുനേറ്റ്, ഇത്രയും വർഷം അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും ഇന്നും എന്നെ തേടി വരുന്നത് അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കോംപ്ലെക്സ്ഡ് ആയിട്ടുള്ള, ഞാൻ ചിലപ്പോൾ തൊടാത്ത ഏരിയകളിലുള്ള എക്സൈറ്റിംഗ് പ്രൊജക്റ്റുകളാണ്. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒട്ടും ബോറടിക്കാത്ത, ഇത്രയും വർഷം കഴിഞ്ഞാലും ഞാൻ അതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബോറടിക്കാത്തൊരു സ്പേസിൽ കൂടെയാണ് ഞാൻ ഇന്നും അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു ഫോർമാറ്റാണ് അഡ്വർടൈസിങ്. കാര്യം കഥ അതിൽ പറയാൻ പറ്റുക, വെറുതെ എന്തെങ്കിലും ബോറായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അതിലൊരു സിനിമയും ഒരാളെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ അത് ഇതിലും സാധിക്കുന്ന ഞാൻ അതിൽ കൂടെ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ എനിക്കൊന്ന് വ്യക്തിപരമായിട്ടാണെങ്കിലും പരസ്യങ്ങൾ ആവർത്തിച്ച് കാണാമെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു ക്രിയേറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി പ്രകാശ് വർമ്മ. നമ്മൾ റിപ്പീറ്റ്, ഇപ്പം അത് ആളുകൾ ഹച്ചിലേക്കോ സൂസുലേക്കോ ചുരുക്കുമെങ്കിലും എല്ലാ ക്യാമ്പയിൻസും എനിക്ക് തോന്നുന്നത് മറ്റേ ഇന്ത്യൻ സ്റ്റീൽസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു പേഴ്സണൽ ട്രാവലാണ്. അതായത് ഈ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ഇവിടെയുള്ള മരങ്ങൾക്ക് കഥയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ പരസ്യങ്ങൾക്കും പ്രകാശ് വർമ്മ കടന്നുപോയ കാലമോ സ്കൂളോ ഗ്രൗണ്ടോ മുറ്റോ എന്തെങ്കിലും ഉണ്ടാവും. കാര്യം അതാണ് എന്നെ അതിൽ ആക്ച്വലി ഹുക്ക് ചെയ്യുന്നത്. പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ബാക്കി. അപ്പം കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയാ, ഭയങ്കര ഒരു നമ്മളെല്ലാവരും യുണീക്ക് അല്ലേ. മനീഷ് ഒരു വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. ഞാനാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും.
നമ്മുടെ ഒരു ക്യാരക്ടർ വരുമ്പോൾ തന്നെ അത് യുണീക്ക് ആയില്ലേ, അത് കാര്യം നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ കണ്ടതും ഒക്കെ വേറൊരാളിൽ നിന്ന് നമ്മുടെ മാത്രം ഒരു ലോകമല്ലേ. അപ്പൊ അത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ അത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പറ്റിയെങ്കിൽ അതിനപ്പം തന്നെ ഒരു വ്യത്യാസം വന്നു. അപ്പൊ അതാണ് സാധാരണ ശ്രമിക്കാറ്. എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയുകയാണ്, ഇപ്പം നേരത്തെ തന്നെ പല കോൺവെർസേഷനിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും കൊട്ടുമായിരുന്നു എന്നുള്ളത്. നമ്മൾ ഈ സിനിമ എടുത്തു, ഞാൻ അഡ്വർടൈസ്മെന്റ് കാര്യത്തിൽ സൗണ്ട്സ്കേപ്പിന് എക്സലന്റ് ആയിട്ട് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അംശം പോലും ഉപയോഗിച്ചിട്ടുള്ള പരസ്യ ചിത്രങ്ങളാണെന്ന് എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്, ഓരോന്നും എടുത്തു കാണുന്ന സമയത്ത്. അതേസമയം തന്നെ ഇതിൽ നമ്മൾ ജോസാറിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ജോസാറിന് ഒരു താളമുണ്ട്. അദ്ദേഹത്തിന്റെ കൈകൾ ഒരിക്കലും സ്വതന്ത്രമല്ല, അത് ആരെങ്കിലും ശരീരത്തിലാണ്, അത് അധികാരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂമറായിട്ട് വേറൊരാളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഈഗോ എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിലൊക്കെ ഈ കൈകളുണ്ടല്ലോ. അപ്പൊ ഒരു ആദ്യത്തെ സിനിമയിൽ ചെയ്യാവുന്ന എല്ലാ ഗ്രാഫും കയറി പോവാന്ന് പറഞ്ഞ പോലെ, ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലോഷർ വരെയുള്ള ഗ്രാഫ് കയറി പോവാന്ന് പറയുന്ന പോലെ ഇതിലങ്ങനെയുണ്ട്, ഒരു അടിമുടി താളത്തിൽ ഊന്നി പോകുന്നതാണല്ലോ. ഇപ്പം ആളുകൾ എൻ എഫ് വർഗീസിന്റെയും മുരളിയുടെയും തിലകന്റെയും ഒക്കെ പെർഫോമൻസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറയുമ്പോഴും ഈ പറഞ്ഞൊരു താളം ഉണ്ടല്ലോ. അതായത് അദ്ദേഹം കടന്നു വരുന്ന സ്ഥലത്ത് മുതൽ ആ മറ്റേ ഗ്രില്ല് അനക്കുന്നിടത്താണെങ്കിൽ ഈ സിഗരറ്റ് ഉള്ള സീൻസ് ഒക്കെ വരുമ്പോഴും ഈ ഒരു താളം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര വെൽ കൊറിയോഗ്രാഫ്ഡ് ആണല്ലോ. ഒരു ആക്ടർ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ ഷൂട്ടുള്ള എല്ലാ ദിവസവും പുതിയ പുതിയ ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ മറ്റേ റെഫറൻസ് വെച്ചിട്ട് തുടർച്ചയായിട്ട് പോകുന്നില്ലല്ലോ, പുതിയ പുതിയ സ്ഥലത്താണ് കൈകൾ, അല്ലെങ്കിൽ പുതിയ പുതിയ രീതിയിലാണ് താളം പിടിക്കുന്നത്. അതെങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയത്? എനിക്കൊന്ന് ചില കാര്യങ്ങളൊക്കെ നാച്ചുറലി ചിലപ്പം അങ്ങനെ ഈ പറയുന്ന താളം എപ്പോഴും കാര്യം പല സമയത്തും ക്ലാസ് മുറികളിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. കാര്യം ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ വിരലുകൾ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അങ്ങോട്ട് ആ ഒരു സ്പേസിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏറ്റവും നമ്മുടെ ലോകത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസ് ആണ് മ്യൂസിക് വേൾഡ്. അത് പ്രൊഫഷണലായിട്ട് പോകാൻ പറ്റാത്ത എൻ്റെ വിഷമങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. പക്ഷെ അത് താളമുണ്ട്. അപ്പം ഞാൻ എന്നെ പല സമയത്തും എവിടെ നോക്കിയാലും ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ ചില ഫ്ലേവർ എന്തായാലും വന്നു കാണും. പിന്നെ സ്പെസിഫിക് ആയി പറയുന്ന ഇപ്പൊ ഡോർ അടയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുണിന്റെ കോൺട്രിബ്യൂഷൻ ആ സീനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം അതും ഇതും കൂടെ ആവുമ്പം എനിക്കൊന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മൾ അറിയാതെ വന്നു പോയത്. അതായത് നമ്മളത് പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ തരുൺ പറഞ്ഞോ പറയാതെയോ ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അതെനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി ലാംഗ്വേജിൽ ആ സമയത്ത് വരുന്നതാണ്. വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതൊക്കെ ഒബ്വിയസ്ലി വെൽ ഡയറക്റ്റഡ് എന്നാണ് എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പം പരസ്യചിത്രങ്ങളെ ഞാൻ പറഞ്ഞൊരു ഫുൾ ലെങ്ത് ആക്ഷൻ കൊറിയോഗ്രാഫിയോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ ആക്ഷൻ കൊറിയോഗ്രഫി ഉണ്ട്, പക്ഷെ ഒരു സിനിമയിൽ കാണുന്ന രണ്ടുപേര് ഇടികൂടുന്ന തരം ആക്ഷൻ കുറവായിരിക്കുമല്ലോ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രകാശ് വർമ്മ അഭിനയിക്കുന്ന പ്രധാന സീക്വൻസിൽ ഈ പറയുന്ന അങ്ങനെ കുറച്ചുകൂടി റോ ആക്ഷൻ മൂഡാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാവുന്ന ഒരു സ്റ്റുഡിയോയിലെ നിരന്ന പ്രതലത്തിൽ പോലും അല്ല ആക്ഷൻ സീക്വൻസ്. അത് വഴുവഴുപ്പുണ്ടാവാൻ, തെന്നാം, ഈ സ്ലോപ്പാണ്, അങ്ങനെ പലതരത്തിലുള്ള ഒരു റോ ഫൈറ്റ് സീക്വൻസ് കൂടിയാണുള്ളത്. അപ്പോ ചിലപ്പോ പിന്നെ ലാലേട്ടന്റെ ചെവി പിടിക്കുന്ന സീനുണ്ട്, കാല് പിന്നെ ശോഭന മാമിന്റെ ഇന്ററോഗേഷൻ സീൻ, ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ നമ്മളുടെ കയ്യോ കാലോ ചെന്ന് പതിക്കുന്നത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറിന്റെ അടുത്താണ്. എപ്പോഴും ആളുകൾ കൺസേൺ, അത് ഡെബ്യൂ ഫിലിം ചെയ്യുന്ന മുതൽ എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആക്ഷൻ സീക്വൻസിൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കാം, കയ്യും കാലൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിലും ക്യാരക്ടർ ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാമെന്നല്ലോ. അപ്പൊ അത്തരം സീക്വൻസ് ഒക്കെ വന്ന സമയത്ത് അതെങ്ങനെ സ്വയം കംഫർട്ടബിൾ ആയി? ഒട്ടും തന്നെ കംഫർട്ടബിൾ. കാര്യം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മള് മേ ബി ഒരാളുടെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിച്ച് കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടൊക്കെ നിന്ന് കാണുമെന്നല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട്. അപ്പോൾ എക്സ്ട്രീംലി റിസ്കി ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആക്ടേഴ്സൊക്കെ ആ ക്യാരക്ടറിലോട്ട് കയറി ചിലപ്പം വല്ലാണ്ട് ബിഹേവ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാതെ തന്നെ ജനറലി എനിക്ക് ആദ്യമേ കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാനായിട്ട് ഒരാളുടെയും സമയം കളയുകയോ ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യുന്നത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ അത് എഫക്റ്റ് ചെയ്യും. അത് കുറേ നാളുകൾ എന്നിൽ നിൽക്കും. ഇപ്പം ഞാൻ ഒരാളുടെ സ്പേസിൽ പോയിട്ട് എന്തെങ്കിലും ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അപ്പോൾ അത് ഭയങ്കര എക്സാജുറേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മെൻ്റൽ സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്, ഞാൻ സമയം കളയരുത് എന്നുള്ള പ്രോസസ്സിൽ
പോകാറുണ്ട്. അതേപോലെ തന്നെ ഈക്വലി പറഞ്ഞ കാര്യമില്ല, ഇപ്പം മനീഷ് പറഞ്ഞ കാര്യം. കാര്യം ഫിസിക്കലായിട്ട് നമ്മളൊരു കാര്യം ഒരാളെ ഹേർട്ട് ചെയ്താൽ നമ്മുടെ കൂടെ നിൽക്കുന്നതൊക്കെ സീനിയർ ആക്ടേഴ്സാണ്. അതെ. അപ്പോൾ ആ ഫിയർ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാലേട്ടൻ്റെ കൂടെയുള്ള സീക്വൻസ് ആണെങ്കിൽ ഇൻഫാക്ട് എന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ലാലേട്ടൻ എന്ന് ഫീൽ ചെയ്തത്. അപ്പം എന്തൊക്കെ എത്രയൊക്കെ കോംപ്ലക്സ് ആക്ഷൻ ആണെങ്കിലും നമുക്ക് ഭയങ്കര പവർ ക്യാമറയിൽ തോന്നും, ലാലേട്ടൻ തൊടില്ല എൻ്റെ തോത്ത്. ഈ കാണുന്ന എൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പല കാര്യത്തിലും എന്നെ പ്രൊട്ടക്ട് ചെയ്ത് പോയിട്ടുണ്ട് പല സമയത്തും. അങ്ങോട്ട് ഇവിടെ നിന്നാൽ മതി, കുറച്ചൊന്ന് മൂവ് ചെയ്താൽ മതി, എന്നെ അതായത് ഞാൻ വീഴരുത്, ഞാൻ ഹേർട്ട് ചെയ്യരുത് എന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാര്യം എവിടെയോ എന്തോ എനിക്ക് തോന്നുന്നൊരു എന്നെ സംബന്ധിച്ചൊരു ബിഗ് ബ്രദറാണ് എന്നെ ഇങ്ങനെ ഹഗ് ചെയ്ത് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഫീലാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും അപ്പം ഞാൻ ചവിട്ടുന്ന സിറ്റുവേഷനിലൊക്കെ എങ്ങാനും ഹാർഡായിട്ട് ചവിട്ടിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഹേർട്ട് ചെയ്ത ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഏതോ ഒരു സ്ഥലത്ത് ഞാൻ കയ്യിൽ ചവിട്ടുന്നുണ്ട്, കാല് പൊക്കിയിട്ട്. ആ സമയത്ത് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു ചേട്ടനൊരു പ്രശ്നമായിട്ട് അന്ന് ഒബ്വിയസ്ലി ഉണ്ടെങ്കിലും ചേട്ടൻ പറയുകയില്ല. പിന്നെ ശോഭന മാമിൻ്റെ കൂടെയുള്ള സീക്വൻസ് അതെനിക്ക് ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു. കാര്യം ഒരു പ്രത്യേക സമയത്ത് എൻ്റെ കയ്യിൽ ലാത്തിയുണ്ട്, ഞാൻ ഒരു കാലിൽ ബാലൻസ്ഡ് അല്ല, ഞാൻ എൻ്റെ ബോഡി ബാലൻസ്ഡ് അല്ല, ഞാൻ ഒരു കാലിൽ ചവിട്ടി വെച്ചിരിക്കുകയാണ്, വേറൊരു ലാത്തി. അപ്പൊ ആ സമയത്തൊക്കെ ഇൻഫാക്ട് ഞാൻ എന്തും സംഭവിക്കാം ആ സമയത്ത്, നമ്മളൊന്ന് പ്രസ് ചെയ്യോ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ. അപ്പം ഇൻഫാക്ട് മാം വാസ് ഓൾസോ വെരി, ഇടയ്ക്ക് പറയും ഉപദ്രവിക്കരുത് എന്നെ, പക്ഷേ ഫിയർ ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ ഫിസിക്കലി ഹേർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ. കാര്യം അത്രയും കോംപ്ലക്സ്, കുറച്ചുകൂടി ക്ലോസ് സ്പേസ് ആണല്ലോ, അതൊരു മുറിക്കകം എന്നൊക്കെ പറയുന്നത് വളരെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരു സ്പേസ്. എന്തും സംഭവിക്കാം അവിടെ. അതെ. ഇത് തന്നെ ഈ പറയുന്ന ഒരു ക്യാരക്ടർ ആർക്കിലേക്ക് വരുന്ന സമയത്ത് അതിന് മുമ്പ് ഐ ഫൊർഗോട്ട്, ആ സമയത്ത് ഇൻഫാക്ട് നമ്മുടെ ലാലേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ച കുഞ്ഞില്ലേ, ഞാൻ വളരെ ക്ലോസ് റേഞ്ചിൽ, കുഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പം ശരിക്കും ഒരു കാര്യം ഭയങ്കര വികൃതമായിട്ടൊരു രൂപമല്ലേ, നാക്കൊക്കെ നീട്ടിട്ട് പറയടി എന്ന് പറയുമ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ആ ഷോട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞ് ആകെ ഒന്ന് കാര്യം അത്ര ക്ലോസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, തരുൺ എന്താണ് ഒരു ചെയ്യാവുന്ന അത്രയും പാപം ഒരു കഥാപാത്രത്തെ കൊണ്ട് അതെ ഫുൾ 360 അതിൽ കൂടെ കടന്നു ചെയ്തു പോകാന്നുള്ളത്. ആക്ച്വലി എപ്പോഴും പറയാലോ, ഇപ്പം ഞാൻ പ്രകാശ് വർമ്മ ചെയ്ത 7 സെക്കൻഡ് മുതൽ ഉള്ള ഏറ്റവും ലെങ്തി അഡ്വർടൈസ്മെന്റ് കാണുന്ന സമയത്തും എത്ര ദൈർഘ്യം, ഇപ്പം നമ്മളെപ്പോഴും കുറച്ചുകൂടി റീല് പോലുള്ള സ്ഥലമാണ് ആളുകൾ അറ്റൻറ്റീവായി കാണുക, അഡിക്റ്റീവ് ആകുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ലെങ്ത് മാറ്റർ അല്ലാത്ത രീതിയിൽ ഇതിനെ അറ്റൻറ്റീവ് ആക്കുന്ന കണ്ടിട്ടുണ്ട് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. അപ്പം ഇതിൽ ഈ പറഞ്ഞ ജോസാറിൻ്റെ ഫാക്ടറിയിലാണ് അതിലൊരു ഭയങ്കരമായ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ടോ? സ്റ്റോറി കൂടി ഇപ്പം പെർഫോം ചെയ്യുമ്പം അതിൻ്റെ സ്റ്റോറിയിലേക്ക് കൂടി ട്രാവൽ ചെയ്ത്, കാരണം വെച്ച് കഴിഞ്ഞാൽ കാക്കി പാൻറ്റില്ലാതെ നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നില്ല. അതെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എല്ലാ ഫിസിക്കലും അതിൽ ഏത് അപ്പിയറൻസിലും അതിൽ ചിലപ്പോൾ പിന്നെ ഒരു ക്ലോസപ്പ് മാത്രം ആവുന്നിടത്ത് പോലും നമ്മൾക്ക് അത്രമേൽ പരിചിതമാവുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു നരേഷൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹാറ്റ്സ് ഓഫ് ടു തരുൺ, ബ്രില്യൻ നരേറ്റീവ്. ആ ഒരു ഒറ്റ നരേറ്റീവിൽ തന്നെ ഇൻഫാക്റ്റ് എനിക്ക് എല്ലാ ആംഗിളും കോർണേഴ്സും ആക്കും ക്യാരക്ടേഴ്സിൻ്റെ ആക്കും അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചറിങ് ആ ഒറ്റ നരേഷനിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് പലതവണ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പലതവണ വായിച്ചു. ഡയലോഗുകളായിട്ടുള്ള ഇംപ്രവൈസേഷൻ തരുൺ പല സമയത്ത് ഉണ്ടാക്കുമെങ്കിലും ജനറലി എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പം അത് എൻ്റെ തലയിൽ കൂടെ പല സമയത്തും ഞാൻ എഫേർട്ട് എടുക്കാതെ തന്നെ ഒരു സീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനു മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളും ഇനി എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് ജനറൽ ആയിട്ടൊരു ധാരണ, അത് ഈ പറയുന്ന നരേറ്റീവ് എന്നെ നരേറ്റ് ചെയ്തൊരു സ്പേസിൽ നിന്ന് വന്നതാണ്. ഓഫ്കോഴ്സ് അതിന് മുമ്പ് അസിസ്റ്റൻസ്, ഡയറക്ടേഴ്സ് എല്ലാവരും അവരൊക്കെ വന്ന് പറയുമല്ലോ, നമ്മൾ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇതിനു മുമ്പ്.
പക്ഷെ എന്നാൽ തന്നെ വളരെ ഫോർ എൻ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ഫസ്റ്റ് സീൻ ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അതായത് ഞാൻ ആ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഇൻട്രോ വന്ന് ഞാൻ കസേരയിൽ വന്നിരിക്കുന്നു. അത് സത്യത്തിൽ ആ സമയത്ത് അതിൻ്റെ അകത്തൊരു ഒരു പ്ലേ ഉണ്ട്, അതിൻ്റെ അകത്ത് കൊറിയോഗ്രാഫഡ് ആണ്, വരുന്നത് വരവ് ഇരുത്തം മുതൽ കമ്മ്യൂണിക്കേഷൻ വരെ. അതെ അതെ. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഗുണ്ടയാണോ എന്ന് ചോദിക്കുന്നത് ഒന്നും സ്ക്രിപ്റ്റിലില്ല, ഇടിക്കുമോ എന്നൊക്കെ ഉണ്ട്. അപ്പം തരുൺ ഇങ്ങനെ പറഞ്ഞു, അപ്പം നേരെ റിഹേഴ്സ് ചെയ്യണ്ട, നേരെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടന് അറിയില്ല ഗുണ്ടയാണോ എന്നുള്ളത്. അപ്പം ആ ഷോട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഗുണ്ടയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ കണ്ണിലൊരു സ്പാർക്ക് ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാര്യം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും നേരത്തെ ഡയലോഗ് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും ആ ക്യാരക്ടറായിട്ട് ഒരു സെക്കൻഡിൽ ഷൺമുഖന്റെ റിയാക്ഷനാണ്. അത് മോഹൻലാലിന്റെ റിയാക്ഷൻ അല്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ് ഇത്ര അടുത്ത റേഞ്ചിൽ. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുന്നത്, തല്ലോ ഇടിക്കോ നീ, അത് കഴിഞ്ഞ് പോയിരിക്കും. കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ തരുന്നത്, സാർ എന്നെ ഗുണ്ടാന്ന് വിളിച്ചു. അപ്പൊ കേൾക്കാതെ റിവേഴ്സ് ചെയ്യാത്ത ഡയലോഗ് ഗുണ്ടാന്ന് വിളിക്കുന്നു. അതായത് അത്ര ലൈറ്റായിട്ടാണ് അത് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടോണ്ട് ലൈറ്റായിട്ട് പറയുന്നതാണ്. അപ്പം സീൻ വർക്ക് ചെയ്യുന്നു, വർക്ക് ആവുന്നു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന രണ്ടാമത്തെ ഒരു പോയിന്റ്, ആ സീൻ ഇൻഫാക്ട് ആ സീനിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എൻ്റെ തലയിൽ. നരേഷൻ മുഴുവൻ കേട്ടപ്പം പിന്നീട് നമ്മൾ സ്റ്റോറി എൻഡ് വരുമ്പോൾ ആ സീനിനുള്ളൊരു പ്രാധാന്യമുണ്ട്. ഏത് മൊമെന്റിലായിരുന്നു ആ സീൻ എന്നുള്ളത് നമ്മൾ പിന്നീട് ഓർക്കും. അപ്പം അതിൻ്റെ അകത്ത് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ എൻട്രി ഷോട്ട് ആണെങ്കിലും ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കാതെ ആ സീനിനുള്ളിലൊരു കോംപ്ലെക്സ്ഡ് ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സാഹചര്യം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് കയറുന്നത്, പിന്നീട് മനസ്സിലാവുന്നത്. അപ്പൊ അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നം അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ആദ്യം കാണുമ്പം എന്തോ അസ്വസ്ഥനായിട്ടിരിക്കുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് തോന്നാം എനിക്ക്. എല്ലാരെയും മറിച്ച് അവിടെ എനിക്ക് ആക്ച്വലി ഒന്ന് കമ്പിളിപ്പിച്ച് ഞാനൊരു ടേക്കിന് വേണേ പോകാം, ഏത് ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ. അത് പറ്റില്ല, കാര്യം കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയ ഒരു ആക്ടറിനെ പോലെ തോന്നിക്കും. അതൊരു തിൻ ലൈനാ. കാര്യം അത് പിന്നീട് കാണുമ്പോഴാണ് അവിടുത്തെ അസ്വസ്ഥത വളരെ തിൻ ലൈൻ. റിവേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് ഈ മൊമെന്റിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ ഇൻഫാക്ട് നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആ സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന എനിക്ക് തന്നൊരു നരേഷനിൽ ഇതൊക്കെ ഈ ക്യാരക്ടറിന്റെ ആർക്കും ഈ സിനിമയും വളരെ ക്ലിയർ ആയിട്ട് എന്റെ തലയിലുണ്ടായിരുന്നു. അതായത് ഏത് സീനിൽ ജോർജ് സാർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഹൃദയസ്ഥാണ്. അത് എവിടെ ഏത് സീൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഉറപ്പായും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ വ്യക്തിപരിചയം പലപ്പോഴും ഒരു ഫാക്ടറാണ്. ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻലാൽ ശോഭന എന്ന് പറയുന്നത് ആ കെമിസ്ട്രി റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കൂടുതൽ കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഉറപ്പായും നിങ്ങളുടെ കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ധ്രുവത്തിലുള്ള ആളുകളാണെങ്കിലും ഈ ഷോട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അടുത്തടുത്തിരിക്കുന്ന രണ്ടുപേരാണല്ലോ. എത്രത്തോളം മോഹൻലാൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഉറപ്പായും ടീമിന്റെ തരുൺ, സുനിൽ, ബിനു അടക്കുന്ന രഞ്ജിത്ത് അടക്കുന്ന ടീമിന്റെ കാര്യം പറഞ്ഞു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? അത് കാരണം സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രം പുറത്ത് വന്ന ഡെബ്യൂ ആക്ടറാണ്. തീർച്ചയായിട്ടും. ഞാൻ ആദ്യം തന്നെ കയറുമ്പോൾ ഞാൻ തരുണിൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞൊരു കാര്യം, തരുൺ എന്നെ ആദ്യം ലാലേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏത് ശോഭന മാമോ അല്ലെങ്കിൽ രാജുചേട്ടൻ്റെ കൂടെ ഒക്കെ സീനിയർ ആയിട്ടുള്ള നമ്മൾ കണ്ട് വളർന്ന് ശീലിച്ച ആൾക്കാർ എന്നെ ഇടരുത്. എസ്പെഷ്യലി ലാലേട്ടനുമായിട്ട് ധാരാളം കോമ്പിനേഷൻ. എൻ്റെ ഏതെങ്കിലും സോളോ ഒക്കെ എടുത്തിട്ട് ഞാനൊന്ന് യൂസ്ഡ് ആയിട്ട് പോയി. അത് റെസ്പെക്ട്ഫുള്ളി തരുൺ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അന്ന് തന്നെ ആദ്യത്തെ സോളോ എടുത്ത് തരുണിന് ജോർജ് സാറിനെ കിട്ടി എന്ന് ഫീലിംഗ്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ വൈകുന്നേരം രാത്രിയായപ്പോൾ ലാലേട്ടനല്ല ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീൻ, അതായത് രാജുചേട്ടനും എല്ലാരും ഉള്ള രാത്രി വീട്ടിൽ കയറി വന്ന് ജോർജ് ബെൻസ് എവിടെ എന്ന് ചോദിക്കുന്ന ആ ഫുൾ ലോങ് സീനാ. പക്ഷെ ആ സീനോടുകൂടി ഞാൻ സെറ്റായി. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇടയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടില്ല. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ എന്തെങ്കിലും തെറ്റിപ്പോവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷമിച്ചേക്കണേ, നമുക്കൊന്ന് ട്രൈ. ആരാണ് ഈ പറയുന്നത്, ഇതൊക്കെ എന്തിനാ ഇപ്പം ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ
കാര്യം എന്നെപ്പറ്റി കുറച്ചും കൂടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ എൻ്റെ മേഖലയെ പറ്റി വളരെ നല്ല ധാരണയുള്ള ആളാണ് ചേട്ടൻ. അപ്പം അതുകൊണ്ട് തന്നെ ആ അപ്രോച്ച് വളരെ ജെന്യുവനാണ്. ലാലേട്ടൻ ആക്ച്വലി ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇമോഷനോ പിണക്കമോ അല്ലെങ്കിൽ വാത്സല്യമോ ഒക്കെ അത് നമുക്കിങ്ങനെ പ്രകടമാകും. അപ്പൊ ഈ പറയുന്ന വളരെ ജെന്യുവനായിട്ട് പറയണേ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെതായിട്ടുള്ളൊരു ഫിയർ ഫാക്ടർ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇങ്ങനത്തെ ചെറിയ അധികം ഒന്നും പറയൊന്നുമില്ല, അതിനെപ്പറ്റി വല്ലാണ്ട് ഓവറായിട്ടൊന്നും ചേട്ടൻ പറയില്ല. അപ്പം അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആരാണ് ഈ പറയുന്നതെന്ന് ഒരൊറ്റ വാക്കിൽ ഞാൻ അവിടെ സെറ്റായി. അതെ, അത് മാത്രമല്ല പുള്ളിക്ക് നമ്മൾ ചെയ്തതിനോടുള്ള ഒരു മതിപ്പ്, ആക്ടിങ്ങിലുള്ള മതിപ്പ് കൂടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നല്ലല്ലോ എന്നല്ലേ പറയാം. അപ്പം അത് അങ്ങനത്തെ കംഫർട്ട് ഫാക്ടർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ കോമ്പിനേഷൻ സീനെ കഴിഞ്ഞ് ചില സമയത്ത് ചെറിയ ചില കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷോട്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഷോട്ടിൻ്റെ സമയത്ത് ഞാൻ ചില സമയത്ത് മൂവ് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ചിലപ്പോൾ ചില ഡയലോഗ് പറഞ്ഞ് വരുമ്പോഴത്തേക്കും വളരെ ഫോക്കൽ ലെങ്ത് ഒക്കെ വളരെ മിനിമലായിട്ടിരിക്കുന്ന സ്പേസിലൊക്കെ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവായിരിക്കും. അപ്പോൾ ആ ഫോക്കസിൻ്റെ ഇപ്പം ചേട്ടൻ്റെ പുറകിലായിരിക്കും, ഞാൻ ഫോർവേഡ് നിൽക്കുകയായിരിക്കും, അതിൻ്റെ പുറകിൽ വേറൊരാളാണ്. വളരെ ചെറിയ ഒരു ലോങ് ലെൻസിലുള്ള ആ ലെങ്തിൻ്റെ ഇടയിൽ ആ പോയിന്റിൽ നിന്നാൽ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ മറഞ്ഞു പോകും. അപ്പോൾ ആ സമയത്തൊക്കെ ചേട്ടൻ പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ആ മറവിൽ തന്നെ നമ്മൾ ഷോട്ട് കണ്ടാൽ മനസ്സിലാവും. ചില കാറിൻ്റെ ഷോട്ടിലൊക്കെ മറവിൽ തന്നെ ചേട്ടൻ കറക്റ്റായിട്ട് വരും. പറ്റാത്ത സ്ഥലത്ത് ഇവിടുന്ന് മാറണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ അത് പറയുന്നതൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ വളരെ അത്രയും ജെന്റിലായിട്ട് സംസാരിക്കാൻ പറ്റാതെ. അപ്പം അങ്ങനെ ധാരാളം കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല പല സമയത്തും ഷോട്ടിൻ്റെ ഇടയിൽ ധാരാളം തമാശകൾ, ധാരാളം കോണ്ടന്റ്, അതായത് വരുന്ന എന്തെങ്കിലും പഴയ ഏതെങ്കിലും കോണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗറിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെ പറ്റി നമ്മൾ മാറി നിന്ന് സംസാരിക്കും ഷോട്ടിൻ്റെ സമയത്ത്. ചേട്ടൻ പിന്നെ നാച്ചുറലായിട്ട് അങ്ങനെയാണ് ടേക്കിന്. അതുകൂടെ ഞാൻ ചോദിക്കാറുണ്ട്, പുള്ളിക്കത് വളരെ കൂളായിട്ട് വളരെ അപ്പൊ ഇങ്ങനെ വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് അപ്പം തരുൺ റെഡിയാണെന്നൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. തരുൺ റെഡിയാണ് ചേട്ടാ. അപ്പം അവിടുന്ന് ഞങ്ങൾ നടന്നു വരികയായിരിക്കും. നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യുന്ന ഫോമിൽ എല്ലാം വന്ന് പൊസിഷനിൽ നിന്ന് റെഡിയാണ് സാർ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചേട്ടൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റെഡി ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാള് ബെൻസ് ആവും. അപ്പൊ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷം ഇൻഫാക്ട് അത് പക്ഷേ എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ ഓവർ തിങ്ക് ചെയ്യാതിരിക്കാനോ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. എഫേർട്ട് എടുത്തൊന്നും അല്ല, ഒരു പ്ലാൻഡ് ഒന്നും അല്ല ചേട്ടൻ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അത് കംഫർട്ടബിൾ ആക്കി. പിന്നെ വേറെ നമ്മുടെ ഒരു പാത്ത് ആണല്ലോ, ഇതൊരു ലേണിംഗ് ആണല്ലോ. അങ്ങനെ നമ്മള് അതിൽ തന്നെ നിൽക്കണ്ട, അടുത്ത സീൻ വരുമ്പോൾ അതിലേക്ക് പോയാൽ. അതെ അത് പിന്നെ പല സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയും കൂടെ ഉള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ ലാലേട്ടനെ സംബന്ധിച്ച് ഒരു ഞാൻ എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള ചേട്ടനും സ്റ്റഡി ചെയ്ത് കാണുമല്ലോ ആദ്യത്തെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതിലൊന്നും പ്രശ്നമില്ല എന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഇപ്പൊ ഞാനതിൽ പ്രശ്നമാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ചേട്ടനെ ചെയ്യില്ല. ഏത് ഞാനാകെ അതേ മൂഡിൽ ഇരുന്ന് ചിരിച്ചോണ്ടിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് മാറാൻ പറ്റിയില്ലെങ്കിലൊക്കെ ചിലപ്പോൾ ചെയ്യില്ല. പക്ഷെ അത് കംഫർട്ടായത്. അപ്പം ഭയങ്കര ഞാൻ അത്രയും എൻജോയ് ചെയ്തൊരു പ്രോസസ്സ് ഈ ഷൂട്ടിന്റെ എൻറ്റയർ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഞാൻ അതിനകത്ത് 2-3 ഘടകങ്ങൾ പറയട്ടെ. അതിലൊന്ന് ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ ഒരു രീതി ഓഫ് ജസ്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതികളും അതിലുള്ള ഹ്യൂമറും അതൊരു ഫാക്ടർ. പിന്നെ തരുൺ സുനിൽ ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ഡയറക്ടർ. സുനിൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഇതൊക്കെ എൻ്റെ കംഫർട്ട് ഫാക്ടേഴ്സാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇൻഫാക്ട് ശോഭന മാമുമായിട്ടുള്ള എല്ലാ സീക്വൻസസും, ഐ മീൻ ഷീ ഓൾസോ മെയ്ഡ് മീ സോ കംഫർട്ടബിൾ. രഞ്ജിത്തായിട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ വൈഫ് പ്രൊഡ്യൂസറാണ്. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും. ഒരു സിനിമയിലൊക്കെ ഞാൻ വളരെ റെയറായിട്ട് കാണുന്ന, അതും വർഷങ്ങളായിട്ട് നിന്ന് തെളിഞ്ഞൊരു പ്രൊഡ്യൂസറാണ്. ഞാൻ ഒരു ദിവസം പോലും രഞ്ജിത്തേട്ടനെ സെറ്റിലില്ല കണ്ടിട്ടില്ല.
ഞാനിത് ജെന്യുവൻ ആയിട്ട് ഞാൻ ഉള്ളിൽ നിന്ന് പറയണം കേട്ടോ. കാര്യം പഠിക്കാൻ ധാരാളമുണ്ട്. അത് കാര്യം നാളെ നമ്മളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ, അത് വെറുതെ അവിടെ നിൽക്കുകയല്ല, അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആർക്ക് എന്ത് വേണമെങ്കിലും ആ സമയത്ത് ആ നിമിഷം സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ പ്രസൻസ് ഇമ്പോർട്ടൻ്റാ. ചിലപ്പോൾ വേണ്ടി വരില്ല, പക്ഷെ ആ പ്രസൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ലാലേട്ടനെ പോലെ തന്നെ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്. ഞാൻ ഇതൊന്നും രഞ്ജിത്തേട്ടനെ പറ്റി എനിക്ക് പരിചയം ഇതിനു മുമ്പില്ല. ഞാൻ ടി വിയിലൊക്കെ ചില ചാനൽ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ ഒക്കെ കണ്ടതാണ്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, ഭീകര സെൻസ് ഓഫ് ഹ്യൂമർ. അത് ചില പഴയ സിനിമാ കാര്യം ഇവർക്കൊക്കെ ധാരാളം കഥകളുണ്ടല്ലോ സിനിമാ സെറ്റിൽ, വലിയ കളക്ഷനാണ്, ഭയങ്കര കളക്ഷൻ അല്ലേ. ഞാൻ പലതും കേട്ടിട്ടുണ്ടെങ്കിലും രഞ്ജിത്തേട്ടൻ്റെ കുറേ സിനിമാ കഥകൾ, ചില ക്യാരക്ടേഴ്സ്, ചില മൊമെന്റുകൾ, അത് പറഞ്ഞ് നമ്മൾ ചിരിക്കാതെ നിവർത്തിയില്ല. അപ്പൊ അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടറായിട്ട് സൈഡിൽ കൂടെ ഇത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും അല്ലാതെ ഇത് സ്ട്രെസ് ബസ്റ്റർ എല്ലാ ദിവസവും പോകുന്നു. പിന്നെ ചില സമയത്ത് ഇതേപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ടെക്നോളജിയുടെ കോൺവെർസേഷനുകൾ, സിനിമ അന്ന് സിനിമയിൽ നിന്ന് അതിന് മുമ്പ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഞാൻ അതുവഴി കടന്നു പോയിട്ടുണ്ട്. PC മോഹൻ ചേട്ടൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് സ്റ്റീം ബക്കൊക്കെ മുമ്പ് ഇരുന്ന് കട്ട് ചെയ്ത് ഞാൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കോൺവെർസേഷൻ ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ടെക്നോളജി മുമ്പോട്ട് പോയി, ഫിലിം മാറി, ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സ്പേസിൽ വന്നതിന് ശേഷം ഉണ്ടായ വേറെ കുറേ ഡെവലപ്മെന്റുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ടെക് എന്തൊരു നോളജാണ് അറിയാം അതിനെ പറ്റിയൊക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായാൽ അങ്ങനത്തെ ധാരണ, സിനിമയെ പറ്റി ജനറൽ ആയിട്ടുള്ളൊരു ധാരണ, ടെക്നോളജി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാനിപ്പോൾ രാവിലെ ഒരു 3 മണിക്കായിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുക, അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഐഡിയയിൽ നിന്ന് അതിനൊരു ഒരു ഒരു കേർവ് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ചില വളരെ സ്ട്രേഞ്ച് സമയങ്ങളിലൊക്കെ എനിക്കത് വരിക. ഞാൻ ആദ്യം ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഞാൻ എഴുതിയിട്ട് ആനിമേറ്റഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സ്നേഹിതരായിരിക്കും. കാര്യം അതൊക്കെ യൂസ്ഡ് ആയതുകൊണ്ട് എണീക്കുമ്പോൾ എണീറ്റിരിക്കും, പറയും ഓക്കെ ടെൽ മീ എന്ന് പറയും. പക്ഷെ ഞാൻ പറയുമ്പോൾ അതൊരു പ്രൊഡക്ഷൻ രീതിയിലല്ല എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുക. അതായത് അതിൻ്റെ അകത്തൊരു ഒരു ഫിനാൻഷ്യൽ എലിമെന്റ് കാണാതെ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സക്സസും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നോക്കിക്കഴിയുമ്പോൾ യു ആർ ആസ്കിങ് ഫോർ 15 റോൾസ് റോയ്സസ് എന്ന് പറഞ്ഞാൽ തീർന്ന അതിൻ്റെ അകത്ത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അകത്തൊരു കോണ്ടന്റ് ഉണ്ട്, ഇത് മാറ്റും സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ഐ തിങ്ക് ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ഫിനാൻഷ്യലായിട്ട് ആ സമയത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും. അതുകൊണ്ട് പല പ്രൊജക്റ്റുകളും ഞാൻ ബ്രേക്ക് ഈവൻ ആയിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല പ്രൊജക്റ്റുകളും മേടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതാണ് ഒരു പ്രൊഡ്യൂസറിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ഉള്ളത്. അത് ഞാൻ രഞ്ജിത്തേട്ടനിൽ എല്ലാ ഭാഗത്തും കണ്ടു. എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു പോയിന്റാണ്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു മനുഷ്യനാണ്. കാര്യം പ്രൊഡക്ഷനൊക്കെ നമ്മളും ചെയ്യുന്നതാണ്. അത് മലയാള സിനിമയിൽ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അത് അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനെയും പറ്റിയും ധാരണ ഉണ്ടാവണം. അപ്പോൾ ഒരു ഫിലിം മേക്കർ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റും, ഒരു ആക്ടറിന് പ്രൊഡ്യൂസറുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റും. വെറും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രം നോക്കി മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ ഭീകര ബോറാണ്. മാത്രമല്ല നമ്മൾ മോഹൻലാൽ സമീപ വർഷങ്ങളിൽ ഏറ്റവും മികച്ച പെർഫോമൻസിൽ തിരിച്ചു വന്നു എന്ന് പറയുന്നതിന്റെ ആദ്യ കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രൊഡ്യൂസർ. തീർച്ചയായിട്ടും എത്രയോ വർഷമായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ഒരു ത്രെഡും ഒരു സ്റ്റോറി ലൈനുമാണ്. അത് അവസാനം സംഭവിച്ച രീതി നോക്കൂ. എല്ലാത്തിനും അതിന്റെ ഇറ്റ്സ് മെന്റ് ടു ബി എന്ന് പറയില്ലേ, അത് രഞ്ജിത്തേട്ടനിൽ കൂടെ തന്നെ അത് സംഭവിക്കുന്നു. ഇത്രയും നാളിന് ശേഷം അതിലൊരു തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ വരുന്നു. പിന്നെ എന്നെ പോലത്തെ പലവരും എൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. ഇറ്റ്സ് മെന്റ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പം ഇപ്പം ഈ ഫിലിമിന്റെ എല്ലാ സക്സസും തരുണിനും സുനിലിനും രഞ്ജിത്തേട്ടനും ഒക്കെ ഇൻഫാക്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി വെൽ ഡിസേർവ്ഡ്. ഞാൻ അതുവഴി കടന്നു പോയതുകൊണ്ട് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. അതിന്റെ പുറകെ നിന്നിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ എനിക്കറിയാലോ, ഐ മീൻ ടച്ച് വിത്ത് ദം മോസ്റ്റ്. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നത്. പക്ഷെ ഓരോ സമയത്തും അതിന്റെ ബാക്ക് ആൻഡ് ഫോർത്ത് നോക്കി അതിന് സമയം കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്
എനിക്ക് തോന്നുന്നു എപ്പോഴും ഞാൻ അങ്ങനത്തെ കഥകളൊന്നും കേട്ടിട്ടില്ല പല സമയത്തും. ഒരു കമേഴ്സ്യൽ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു മെറ്റീരിയലിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുത്ത് ചെയ്യാന്ന് പറയുന്നത് അത് ഭീകര ടീം വർക്ക് തന്നെയാണ്. നമ്മളൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് മാത്രം അതിനെ ഒരു പ്രൊജക്ട് എന്നതിനുപരി ഒരു ഭയങ്കര പാഷനറ്റ് പ്രോജക്റ്റ് എന്ന് പറയില്ല, അതായത് അത് പാഷനോട് കൂടിയാണ് എല്ലാവരും അതിൽ നിന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറയട്ടെ, ഈ പറയുന്ന റിസൾട്ട് ഒന്നും വെറുതെ വരില്ല കേട്ടോ. ഒരു നല്ല സ്റ്റോറി ഉണ്ടാവാം. യു ക്യാൻ ഹാവ് എ സെറ്റ് ഓഫ് ഗ്രേറ്റ് ആക്ടേഴ്സ്. ഇപ്പൊ ഈ പല കാര്യങ്ങളും നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത പല പോയിന്റുകളുണ്ട് ഒരു സക്സസിന് ഫോമിലെ ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ എല്ലാ സക്സസിന്റെയും പുറകിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അത് ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പല സമയത്ത്. അതെല്ലാ സക്സസ്ഫുൾ പ്രൊജക്ടിന്റെയും പുറകിലുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ധാരാളം ഇൻഫാക്ട് എന്നെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ഇങ്ങനെ, പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത പ്രോസസ്സാണ്. ഞാൻ വെറുതെ പറയല്ലേ, ഞാൻ മിസ്സായിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ സെറ്റിൽ പോയിട്ട് ഞാനൊരു ആഡ് ഫിൽം മേക്കറാണ്, ഞാൻ മലയാള സിനിമയിലെ ആക്ടറാണോ എന്നൊക്കെ പറയുന്ന കൺഫ്യൂഷൻ്റെ തലയിൽ കൂടെ പല സമയത്തും പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സുനിലിനെ വിളിക്കും, തരുണിനെ വിളിക്കും. അതേപോലെ ഈ പ്രോസസ്സിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ആദ്യത്തേക്ക് സീനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലൊരു സാധനം അങ്ങോട്ട് കയറിയിട്ട് പിന്നെ വന്നുണ്ടല്ലോ എനിക്ക് കൂടുതൽ. ഇപ്പോൾ ലാലേട്ടനൊക്കെ ഉള്ള പല സമയത്തും ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സെറ്റിൽ തന്നെ ചില മുറിക്കകത്ത് പലവരുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പല സമയത്തും പല ആക്ടേഴ്സ് ഉണ്ട് ചോദിക്കുന്നത്, ഞാൻ ആൾക്കാരെ മാറ്റണം ഇവിടെ. ചില ആക്ടേഴ്സിനെ കണ്ടറിയാലോ, ചില അൺകംഫർട്ടബിൾ ആവും. ഇങ്ങനെയൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം കൊണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർ റൂമിലുള്ളതാണ് എനിക്ക് ഹരം. ഞാനിത് എനിക്ക് ഹരം, അതായത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് വന്നിട്ട് ഒരു ഡയലോഗ് പറയാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഹരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് തരുൺ എൻ്റെ അടുത്ത് പറയാണ്, ചേട്ടാ നാളെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതെന്താ നാളെ ഇല്ലാത്ത കാര്യം, എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി എന്ന് പറയാം. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹൈ കിട്ടി. ഇപ്പൊ ഉറപ്പായും ക്രിയേറ്റർ എന്നുള്ള രീതിയിലുള്ള ഹൈ ആയിരിക്കും 25 years plus ജേർണി. അപ്പൊ ഇതിലൊരു പെർഫോമർ ആയിട്ട് ത്രൂ ഔട്ട് ഹൈ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നത്. ആ ഹൈ ഭീകരമായിരുന്നു എന്നെ സംബന്ധിച്ച്. അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഇവരൊക്കെ തന്നതുകൊണ്ട് ഉറപ്പായും. ഈ പറഞ്ഞ പോലെ 7 സെക്കൻഡും 7 മിനിറ്റും പോലെ തന്നെ 7 വർഷം എടുത്താണ് പണിത്. അറിയാതെ പറഞ്ഞ് ഞാൻ 7 അതെ, പക്ഷെ ആ 7 കറക്റ്റ് ആണ്. 7 വർഷം എടുത്തു. അതിന്റെ ഇടയ്ക്ക് കൊറോണ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ വീടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ എൻ്റെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോഴും പലവരെയും അത്ഭുതപ്പെടുത്തി ഒരു മജിഷ്യനായ അവസ്ഥകളുണ്ട്. അതിൻ്റെ അകത്ത് വളരെ സിമ്പിളാണ്. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഞാൻ വേറെ പല ഇലകളിലും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂവരശിന്റെ ഇല നമ്മൾ പ്ലക്ക് ചെയ്ത് അതൊരു ആലില പോലെ ഇരിക്കും, പക്ഷെ അതിന്റെ ടെക്സ്ചർ വ്യത്യാസമാണ്. അതിന്റെ ടിപ്പ് കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് ചുരുട്ടി കറക്റ്റ് രീതിയിൽ ചുരുട്ടി നമ്മൾ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വിസില് പോലെ പീപ്പി പോലെ അടിക്കാൻ പറ്റും. അത് നമ്മൾ കുറെ കൂടെ അതെ. അപ്പൊ നമ്മൾ ചില സമയത്ത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മേ ബി ഒരു മെലഡി ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റും.